എല്ലാവർക്കും എൻ്റെ നമസ്കാരം. ഇന്ന് നമ്മൾ മൈക്രോസോഫ്റ്റ് എക്സലിലെ ഷോർട്ട് കട്ട് കീ നമ്മൾക്ക് ഏറ്റവും എളുപ്പത്തിൽ ഡാറ്റ അനാലിസിസുകളും മറ്റ് ഡാറ്റ സംബന്ധമായ പ്രശ്നങ്ങൾ കൈകാര്യം ചെയ്യുന്നതിനും ഏറ്റവും എളുപ്പത്തിൽ ഉപയോഗിക്കാവുന്ന ഏറ്റവും യൂസ്ഫുൾ ആയിട്ടുള്ള കുറച്ച് ഷോർട്ട് കട്ട് കീകളെക്കുറിച്ചാണ് ഈ ഒരു വീഡിയോയിൽ ഞാൻ കാണിച്ചു തരുന്നത്. ഫോർമാറ്റ് സെൽസ്. ഒരു ഡാറ്റാബേസിൻ്റെ പലവിധ ഫോർമാറ്റുകൾ അതിൻ്റെ എളുപ്പത്തിലുള്ള അനാലിസിസിനും വിഷ്വൽ ഇഫക്റ്റിനും എല്ലാം അത്യാവശ്യമായി വരും. അപ്പോൾ നമ്മൾക്കിവിടെ ഈ കാണുന്ന ഒരു ഡാറ്റാബേസിൽ എങ്ങനെയാണ് ഒരു ഫോർമാറ്റിംഗ് ഷോർട്ട് കട്ട് ഉപയോഗിച്ച് ചെയ്യാൻ നോക്കാം. നമുക്കിവിടെ ഒരു സാലറി കൊടുത്തിട്ട് നമ്മൾക്ക് ഈ ഒരു കോളത്തിലുള്ള ഡാറ്റ ഫോർമാറ്റ് ചെയ്യണം. അതിന് നമ്മൾ ചെയ്യുന്നത് ഫസ്റ്റ് സെല്ല് ക്ലിക്ക് ചെയ്തതിന് ശേഷം കൺട്രോൾ ഷിഫ്റ്റ് ഡൗൺ ആരോ, ദെൻ കൺട്രോൾ 1. അപ്പോൾ ഫോർമാറ്റിംഗ് സെൽസിൻ്റെ പോപ്പപ്പ് വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ നമ്പറാണ് ഫോർമാറ്റ് ചെയ്യുന്നതെങ്കിൽ നമ്പർ, ഇതിൽ ജനറൽ എന്നുള്ള നമ്പർ സെലക്ട് ചെയ്യുക. ഇപ്പം ഒരു ഉദാഹരണത്തിന് നമുക്ക് 1000 സെപ്പറേറ്റർ ഉപയോഗിക്കണമെങ്കിൽ ഇവിടെ ക്ലിക്ക് ചെയ്യുക, ഓക്കെ കൊടുക്കുക. ഇതിൽ മറ്റു ഫോർമാറ്റുകൾ നിങ്ങൾ ഓരോന്നോരോന്നായിട്ട് ചെയ്ത് നോക്കേണ്ടതാണ്. നമുക്ക് ഒരു സെല്ലിനകത്ത് മൾട്ടിപ്പിൾ ലൈൻ എൻ്റർ ചെയ്യാൻ ഉപയോഗിക്കുന്ന ഷോർട്ട് കട്ട് കീയാണ് Alt+Enter. അതായത് നമ്മൾക്ക് ഇവിടെയുള്ള ഒരു സെല്ലിനകത്ത് എഡിറ്റ് മോഡിൽ സാധാരണഗതിയിൽ എൻ്റർ കൊടുത്തു കഴിഞ്ഞാൽ തൊട്ട് ബോട്ടം ലൈനിലേക്കാണ് സെൽ സെലക്ഷൻ മൂവ് ആവുന്നത്. എന്നാൽ ഇവിടെയുള്ള ഈ സെല്ലിൽ Alt+Enter നമ്മൾ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ എഡിറ്റ് മോഡിൽ അടുത്ത ഒരു ലൈൻ എൻ്റർ ചെയ്യാനുള്ള ഓപ്ഷൻ വരും. അതായത് നമ്മൾക്കിവിടെ മൾട്ടിപ്പിൾ ലൈൻ എൻ്റർ ചെയ്യാൻ കഴിയുന്നതാണ്. ഇവിടെ നമ്മൾക്ക് ഇങ്ങനെ ഏതെങ്കിലും വേർഡ് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾക്ക് ഇപ്പോൾ ഇങ്ങനെ ഒരു സെല്ലിനകത്ത് മൾട്ടിപ്പിൾ ലൈൻസ് ആയിട്ട് എൻ്റർ ചെയ്യാൻ പറ്റും. അതിന് ഉപയോഗിക്കുന്ന ഷോർട്ട് കട്ട് കീ Alt+Enter. മൈക്രോസോഫ്റ്റ് എക്സലിൽ ടേബിൾ ക്രിയേറ്റ് ചെയ്യുന്നതിനുള്ള ഷോർട്ട് കട്ട് കീയാണ് Ctrl+T. ഈ Ctrl+T പ്രസ് ചെയ്യുമ്പോൾ ഇവിടെ ഒരു ക്രിയേറ്റ് ടേബിൾ പോപ്പപ്പ് വിൻഡോ വരുന്നത് കാണാം. അപ്പോൾ നമ്മൾക്ക് ഇപ്പോഴുള്ള ഡാറ്റാബേസിൻ്റെ ആക്ച്വലായിട്ടുള്ള സെൽ റെഫറൻസസ് ഇവിടെ കാണിച്ചിട്ടുണ്ടാവും. നമ്മൾക്ക് ഇതിൽ കൂടുതലായിട്ടാണ് ഈ ടേബിളിലേക്ക് ഉൾപ്പെടുത്തേണ്ടതെങ്കിൽ ഇവിടെ നമ്മൾ എഡിറ്റ് ചെയ്ത് കൊടുക്കാം. പിന്നെ ഹെഡർ ഉണ്ടെങ്കിൽ നമ്മൾക്ക് ഈ ചെക്ക് മാർക്ക് കൊടുക്കാം, ഹെഡർ ഇല്ലെങ്കിൽ ഇത് ബ്ലാങ്ക് ആക്കിയിടാം, ഓക്കെ കൊടുക്കുക. ഇപ്പോൾ കാണാം നിങ്ങൾക്ക് ഈ ഒരു ഡാറ്റാബേസിൽ വന്ന മാറ്റം. ഇത് ടേബിളായിട്ട് കൺവേർട്ടായി കഴിഞ്ഞിരിക്കുകയാണ്. ഇതിൻ്റെ റൈറ്റ് സൈഡിൽ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് മൾട്ടിപ്പിൾ ടേബിൾ ഡിസൈൻസ് ഉണ്ട്. ഇതിലേത് ഡിസൈൻ വേണമെങ്കിലും നിങ്ങൾക്ക് സെലക്ട് ചെയ്യാം. കൂടാതെ ഈ ഒരു ഡാറ്റാബേസിനൊരു ടോട്ടൽ നമ്മൾക്കിവിടെ കിട്ടണമെന്നുണ്ടെങ്കിൽ ഇവിടെ ഡിസൈൻ ടാബിൽ പോയിട്ട് ടോട്ടൽ റോ എന്നതിൻ്റെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ ടോട്ടൽ കിട്ടും. കൂടാതെ നമുക്കിപ്പോൾ ഏതെങ്കിലും ഡ്യൂപ്ലിക്കേറ്റ്സ് ഇതിനകത്ത് കിടക്കുന്നുണ്ടെങ്കിൽ നമുക്കിപ്പോൾ ഈ ഒരു ഡാറ്റ ഇതിൻ്റെ ഡ്യൂപ്ലിക്കേറ്റ് ആണെങ്കിൽ ഡ്യൂപ്ലിക്കേറ്റ് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഇവിടെ വെച്ച് തന്നെ റിമൂവ് ചെയ്യാം. അപ്പോൾ ഇവിടെ കാണിക്കുന്ന നെയിം സാലറി എന്ന കോളത്തിലുള്ളതാണ് മാറ്റേണ്ടത്. ഓക്കെ കൊടുത്തു കഴിഞ്ഞാണെങ്കിൽ 1 ഡ്യൂപ്ലിക്കേറ്റ് വാല്യൂസ് ഫൗണ്ട് ആൻഡ് റിമൂവ്ഡ്, 59 യൂണിക് വാല്യൂസ് റിമെയിൻ. അതായത് 60 എണ്ണത്തിൽ 1 ഡ്യൂപ്ലിക്കേറ്റ് ആയിരുന്നു, അത് റിമൂവ് ചെയ്തിട്ടുണ്ട്. കൂടാതെ സമ്മറൈസ് ചെയ്ത് പിവറ്റ് ടേബിളുമായിട്ട് സമ്മറൈസ് ചെയ്യാൻ ടേബിൾ ആണ് യൂസ് ചെയ്യുക. അതാണ് ഏറ്റവും എളുപ്പമുള്ളത്. പിന്നെ ഈ ഒരു ടേബിളിനെ നമ്മൾക്ക് തിരിച്ച് റേഞ്ച് തന്നെ ആക്കണമെന്നുണ്ടെങ്കിൽ ഇവിടെ കൺവേർട്ട് ടു റേഞ്ച് കൊടുത്തു കഴിഞ്ഞാൽ ഇത് നേരെ റേഞ്ച് ആയിട്ട് തന്നെ മാറും. ഇപ്പോൾ ഇത് ടേബിളിൻ്റെ ഡിസൈനിൽ നിന്നും നേരെ ഡിസൈൻ അത് മാത്രമായിരിക്കും, പക്ഷേ ഇത് റേഞ്ച് മാത്രമാണ്. നമ്മൾ ആദ്യം ഡിസൈൻ ചെയ്ത് ഏതാണോ അത് ആ റേഞ്ച് മാത്രമായിരിക്കും. ഇപ്പോൾ ഡിസൈൻ ടാബ് നമുക്ക് ഇവിടുന്ന് ഡിസേബിൾ ആയിട്ടുണ്ടാവും. നമ്മൾക്ക് എക്സലിലെ ഈ ഡാറ്റാബേസിലെ കറണ്ട് റീജിയൻ എന്ന് പറയുന്നത് നമ്മൾ ഉപയോഗിച്ച അത്രയും സ്പേസിനെ പറയുന്നതാണ് കറണ്ട് റീജിയൻ എന്ന വേർഡ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നമുക്ക് ആ കറണ്ട് റീജിയൻ നമുക്ക് സെലക്ട് ചെയ്യണമെങ്കിൽ നമ്മൾ ഇൻസൈഡ് ഡാറ്റയിൽ ക്ലിക്ക് ചെയ്യുക, എന്നിട്ട് Ctrl+A പ്രസ് ചെയ്യുക. അപ്പോൾ ഈ ഡാറ്റ മൊത്തം സെലക്ട് ആയിട്ടുണ്ടാവും. പക്ഷേ നമ്മൾ ഈ ഡാറ്റാബേസിന് പുറത്ത് വെച്ചിട്ടാണ് Ctrl+A പ്രസ് ചെയ്യുന്നതെങ്കിൽ എൻ്റയർ ഷീറ്റായിരിക്കും സെലക്ട് ആയിട്ട് വരിക. എക്സലിലെ ഒരു ഡാറ്റാബേസിൻ്റെ യൂസ്ഡ് റീജിയണിൽ ഒരു എൻഡിൽ നിന്നും മറ്റേ എൻഡ് വരെ എത്താൻ ഉപയോഗിക്കുന്ന ഷോർട്ട് കട്ട് കീസാണ് കൺട്രോൾ ആരോ കീസ്.
കൺട്രോൾ ഡൗൺ ആരോ കൊടുത്താൽ ഈ ഡാറ്റാബേസിൻ്റെ ഏറ്റവും ലാസ്റ്റിൽ യൂസ് ചെയ്ത സെല്ല് സെലക്റ്റായി കിടക്കും. റൈറ്റിൽ ഏറ്റവും ലാസ്റ്റിൽ കൺട്രോൾ റൈറ്റ് ആരോ, ലെഫ്റ്റാണ് ഉപയോഗിക്കുന്നത് കൺട്രോൾ ലെഫ്റ്റ് ആരോ, ടോപ്പിലാണ് ഉപയോഗിക്കുന്നത് കിട്ടേണ്ടതെങ്കിൽ കൺട്രോൾ അപ്പ് ആരോ. ഇങ്ങനെ ചെയ്യുന്നത് നമ്മൾ ഒരു വലിയ ഡാറ്റാബേസ് ആണെങ്കിൽ സ്ക്രോൾ ചെയ്ത് പോകുന്നതിൻ്റെ വളരെ കൂടുതൽ ഫാസ്റ്റായിരിക്കും നമ്മൾക്ക് ഇങ്ങനെ ജമ്പ് ചെയ്ത് എടുക്കുന്നത്. ഒരു ഡാറ്റാബേസിൽ ഫിൽട്ടർ ഓപ്ഷൻ ആഡ് ചെയ്യാനുള്ള ഷോർട്ട് കട്ട് കീയാണ് കൺട്രോൾ പ്ലസ് ഷിഫ്റ്റ് പ്ലസ് എൽ. ഡാറ്റാബേസിനകത്ത് ക്ലിക്ക് ചെയ്ത് കൺട്രോൾ ഷിഫ്റ്റ് പ്ലസ് എൽ പ്രസ് ചെയ്യുമ്പോൾ ഇവിടെ നോക്കിയാൽ നിങ്ങൾ കാണാം ഫിൽട്ടർ ബട്ടൺ ആഡ് ആയിട്ടുണ്ട്. ഈ ഫിൽട്ടർ ബട്ടണിൽ ക്ലിക്ക് ചെയ്താൽ സാധാരണ ഫിൽട്ടർ ഓപ്ഷൻ എടുത്ത് ആഡ് ചെയ്യുന്നത് പോലെ തന്നെ നമ്മൾക്ക് ഏതാണ് ഫിൽട്ടറിലേക്ക് വേണ്ടതെന്ന് നോക്കി ഫിൽട്ടർ ചെയ്യപ്പെടുന്നതാണ്. ഇവിടെ ഈ ഫിൽട്ടർ റിമൂവ് ചെയ്യണമെന്നുണ്ടെങ്കിൽ സെയിം പ്രോസസ്സ് തന്നെ കൺട്രോൾ ഷിഫ്റ്റ് എൽ പ്രസ് ചെയ്യുക. ഫിൽട്ടർ അവിടുന്ന് റിമൂവ് ആയിട്ടുണ്ടാവും. ഒരു ഡാറ്റാബേസിലെ മുഴുവൻ ഡാറ്റയും സെലക്ട് ചെയ്തെടുക്കാൻ ഉപയോഗിക്കുന്ന ഷോർട്ട് കട്ട് കീസാണ് കൺട്രോൾ ഷിഫ്റ്റ് ഡൗൺ ആരോ, പിന്നെ കൺട്രോൾ ഷിഫ്റ്റ് പ്രസ് ചെയ്തുകൊണ്ട് തന്നെ റൈറ്റ് ആരോ. ഇങ്ങനെ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾക്ക് എല്ലാ ഡാറ്റയും സെലക്ട് ആക്കി എടുക്കാവുന്നതാണ്. കൺട്രോൾ ഷിഫ്റ്റ് ഡൗൺ ആരോ, കൺട്രോൾ ഷിഫ്റ്റ് റൈറ്റ് ആരോ, കൺട്രോൾ ഷിഫ്റ്റ് ലെഫ്റ്റ് ആരോ, എങ്ങനെയൊക്കെ ചെയ്യാം. ഇവിടെ ഞാൻ കൺട്രോൾ ഷിഫ്റ്റ് റൈറ്റ് ആരോ കൊടുക്കുന്നു. പക്ഷേ ഇവിടെ നോക്കിയാൽ കാണാം നിങ്ങൾക്ക് ഈ എംപ്ലോയി ID വരെ വന്ന് ഡിയിലെ നിന്ന് പിന്നെ ഈ സെലക്ഷൻ ജമ്പ് ചെയ്യാതെ നിൽക്കുകയാണ്. കാരണം ഈ ഡി എന്നത് ബ്ലാങ്ക് ആയിട്ടാണ് കിടക്കുന്നത്. ഇവിടെ കാണുന്ന ഈ ഒരു ടെക്സ്റ്റ് ആക്ച്വലി ഇരിക്കുന്നത് ഇയിലാണ്. അതുകൊണ്ട് ടെക്സ്റ്റ് ഉള്ളത് വരെ വന്ന് അവിടെ സ്റ്റോപ്പ് ആവുകയും വീണ്ടും നമ്മൾക്ക് വേണമെന്നുണ്ടെങ്കിൽ വീണ്ടും നമ്മൾ ജമ്പ് ചെയ്ത് എടുക്കുകയുമാണ് ചെയ്യേണ്ടത്. ഈ ഡാറ്റാബേസിലെ ഒരു നമ്പർ ഡാറ്റയുടെ ഈ സാലറി എന്ന ഡാറ്റയുടെ ടോട്ടൽ വാല്യൂ എടുക്കാൻ ഉപയോഗിക്കുന്ന ഷോർട്ട് കട്ട് കീയാണ് ഓൾട്ട് ഈക്വൽ ടു. ഈ ഓൾട്ട് ഈക്വൽ ടു ചെയ്ത് കഴിഞ്ഞാൽ എൻ്റയർ ഡാറ്റയും ഇവിടെ സെലക്ട് ആയിട്ടുണ്ടാവും. ഇനി എനിക്ക് ഇവിടെ ഒരു നമ്പർ ഉണ്ട്, ഈ നമ്പർ ആണ് ഇതാണ് നമുക്ക് ആഡ് ചെയ്യണമെങ്കിൽ ഓൾട്ട് ഈക്വൽ ടു ഇവിടെ കൊടുത്താൽ ഈ രീതിയിലും നമ്മൾക്ക് സെലക്ട് ചെയ്ത് ടോട്ടൽ ചെയ്യാവുന്നതാണ്. ഇതിന് ഉപയോഗിക്കുന്ന ഷോർട്ട് കട്ട് കീയാണ് ഓൾട്ട് ഈക്വൽ ടു. ഈ ഡാറ്റാബേസിൽ നമ്മളിവിടെ സം ചെയ്ത് വെച്ചിരിക്കുന്ന ഈ വാല്യൂ നമ്മൾക്ക് മറ്റൊരു സ്ഥലത്തേക്ക് കിട്ടണമെന്നുണ്ടെങ്കിൽ കോപ്പി പേസ്റ്റ് ചെയ്തെടുക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ സാധാരണ ചെയ്യുന്ന ടെക്സ്റ്റിനൊക്കെ ചെയ്യുന്ന കൺട്രോൾ C കൺട്രോൾ V എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ 0 ആയിരിക്കും കാണിക്കുക. കാരണം ഇവിടെ നിന്ന് നമ്മൾ കോപ്പി ചെയ്യുന്നതും ഇവിടെ പേസ്റ്റ് ചെയ്തിരിക്കുന്നതും ഈ ഫോർമുലയാണ്. പക്ഷേ ഇതിന് വാല്യൂ ആയിട്ട് ചെയ്യാൻ നമ്മൾക്ക് ചെയ്യാൻ പറ്റുന്നത് അതിൻ്റെ ഷോർട്ട് കട്ട് കീയാണ് ആൾട്ട് ESV. ഇവിടെ പേസ്റ്റ് സ്പെഷ്യൽ ഡയലോഗ് ബോക്സ് ഓപ്പൺ ആയിട്ടുണ്ട്. എൻ്റർ ചെയ്യുക. സെയിം ഫോർമാറ്റിലുള്ള ആ വാല്യൂ നമ്മൾക്ക് ഇങ്ങോട്ട് പേസ്റ്റ് ചെയ്തെടുക്കാം. നമ്മൾക്ക് സെലക്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ഒരു ഡാറ്റയുടെ ഡിഫാൾട്ടായിട്ടുള്ള ചാർട്ട് ഇൻസേർട്ട് ചെയ്യണമെങ്കിൽ നമ്മൾ ഉപയോഗിക്കുന്ന ഷോർട്ട് കട്ട് കീയാണ് ആൾട്ട് F1. ആൾട്ട് F1 പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നോക്കുക ഇവിടെ ഈ ഒരു സെലക്റ്റഡ് ഡാറ്റയുടെ ചാർട്ട് ഇവിടെ ഇൻസേർട്ടായി വന്നിട്ടുണ്ട്. എക്സൽ യൂസ്ഫുൾ ഷോർട്ട് കട്ട്സ് വീഡിയോ സീരീസിൻ്റെ ആദ്യ ഭാഗം ഇവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ്. തുടർന്നുള്ള ഭാഗങ്ങളിൽ കുറച്ചുകൂടിയുള്ള ഷോർട്ട് കട്ട് കീ നമ്മൾ പരിചയപ്പെടുത്തുന്നതായിരിക്കും. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ എഴുതിയാൽ മതി, റിപ്ലൈ തരുന്നതായിരിക്കും. താങ്ക് യു.